യേശുക്രിസ്തു കൂടെ 12 ശിഷ്യന്മാരും അവരൊന്നിച്ച് ആണ് നടക്കുന്നത്. അവരെപ്പോഴും ഒന്നിച്ചായിരുന്നു. യേശുക്രിസ്തു ഇല്ലാത്ത സമയത്ത് അവർ വളരെ പ്രയാസത്തിലായി. ഇവിടെ അവരുടെ ആശയം അവലംബമായിരുന്ന യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. അവര് കണ്ടതാ, അവൻ മരിച്ചു കിടക്കുന്നത് കണ്ടതാണ്. ഇനി അവർക്ക് ആശയ്ക്ക് ഒരു വകയില്ല. ഇനി അവർക്ക് നേതാവില്ല. അവര് ആരുടെ പുറകെ പോകും? അവര് വളരെ ബഹു കഷ്ടത്തിൽ കൂടെ, ചിന്തയിൽ അവര് വളരെ പ്രയാസത്തിലാണ്. ആ പ്രയാസത്തിൽ ഇരിക്കുന്ന അവസരത്തിലെ കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ആ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ച. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഞായറാഴ്ച നേരം വൈകിയപ്പോൾ, ഞായറാഴ്ച വൈകിട്ട് നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ. അവർ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. കാരണം യഹൂദന്മാരെ തങ്ങളുടെ ഗുരുവിനെ കൊന്നതുപോലെ തങ്ങളെയും കൊല്ലും. അവർക്ക് ആ കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പേടിച്ചിട്ട് അവരുടെ മുറിയുടെ വാതിൽ അടച്ച് അതിനകത്ത് ഇരിക്കുമ്പോൾ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, അടച്ചിരിക്കുന്ന മുറിയില് യേശു വന്നു നിന്നു. അപ്പോ അത് അതിശയമാണോ? അടച്ചിട്ടിരിക്കുക, ഈ അടച്ചിട്ടിരിക്കുക. ഇപ്പോ ഒരാള് വെളിയിൽ നിന്ന് ഇതിനകത്ത് വന്ന് നിൽക്കാൻ ഒക്കുവോ? ഈ കതവ് തുറക്കാതെ ഒരാൾക്ക് ഇതിനകത്തേക്ക് കയറാനൊക്കത്തില്ല. പക്ഷേ യേശുക്രിസ്തു എന്ത് ചെയ്തു? യേശുക്രിസ്തു ആ വാതിൽ അടച്ച് അവരെ പേടിച്ച് വിറച്ചിരിക്കുന്ന സമയത്ത് യേശുക്രിസ്തു അവരുടെ നടുക്ക് വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ സമാധാനം ഇല്ലാതിരിക്കുകയാണ്, വേണ്ട, നിങ്ങൾ സമാധാനം അനുഭവിക്കുക, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചും പല പേടിയുള്ള അവസരത്തില്, പല കുഴപ്പങ്ങൾ കാണിച്ച സമയത്ത് നമ്മളും പോയി എവിടെങ്കിലും ഒളിച്ചിരിക്കുക. പോലീസ് വന്ന് പിടിക്കുവോ, അല്ലെങ്കിൽ ശത്രു വന്ന് പിടിക്കുവോ എന്ന് പേടിച്ചിരിക്കുമ്പോ ആ അടച്ചിട്ടിരിക്കുന്ന മുറിയില് യേശു വന്നിച്ച് പറയാണെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ആകുലപ്പെടണ്ട, ദേ സകലത്തിനും മതിയായ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിങ്ങളുടെ കൂടെ എന്ന് യേശു അവിടെ പറഞ്ഞു. അപ്പൊ അവർക്ക് സന്തോഷം ഉണ്ടാവുമോ അതോ ദുഃഖം ഉണ്ടാവുമോ? ഭയങ്കര സന്തോഷം ഉണ്ടാകും, സംശയമില്ല. എന്നിട്ട് ഈ യേശു തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? ഇത് പറഞ്ഞിട്ട് അവൻ കയ്യിൽ എന്താണ് അവിടെ നോക്കുന്ന, കയ്യിലൊരു തുളയുണ്ട്, ഇതാ ഊശി കിടന്ന കയ്യും കാലിലും ഉണ്ട് തുള, കാണിച്ചു. വിലാപ്പുറം ഇവിടെ കുത്തും ഒക്കെ യേശു കാണിച്ചു കൊടുത്തു. അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഓ, യേശു വന്ന് നിൽക്കുന്നോ? അപ്പോൾ ഞങ്ങളുടെ സകല ദുഃഖവും അവർക്ക് മാറി. അവർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഈ വിഷമിക്കേണ്ട, നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ട, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് സമാധാനം ഞാൻ നേരുന്നു. സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. യേശുവിനെ ആരാ ഈ ലോകത്തിലേക്ക് അയച്ചത്? യേശുവിനെ അയച്ചത് പിതാവാം ദൈവം പുത്രനാം ദൈവത്തോട് ചോദിച്ചു, നിനക്ക് ഭൂമിയിൽ പോയി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്താൻ വേണ്ടിയിട്ട് മനുഷ്യൻ മരിക്കും, പാപം ചെയ്ത മനുഷ്യൻ മരിക്കണം,
അങ്ങനെ മരിക്കുന്നതിന് പകരം, അവർക്ക് പകരം യേശു എന്ത് ചെയ്യാമോന്ന് ചോദിച്ചു. നീ പോയി അവർക്ക് പകരം അവരുടെ പാപം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട്, യേശു ക്രൂശിൽ കയറിയത് നമ്മളുടെ സകല ലോകത്തിന്റെയും പാപം യേശുവിൽ ആക്കിയതിന് ശേഷമാണ് ക്രൂശിൽ കയറുന്നത്, ക്രൂശിൽ കയറി മരിക്കുന്നത്. കാരണം പാപം ചെയ്ത ദേഹി മരിക്കണം. അങ്ങനെ പാപം ചെയ്തിട്ടില്ലാത്ത യേശു ഒരു പാപി മരിക്കുന്നത് പോലെ മരിച്ചു. അങ്ങനെ നമ്മുടെ പാപത്തിന്, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് അവൻ പരിഹാരം വരുത്തി. അതാണ് നമുക്കുള്ള വലിയ സന്തോഷം. യേശു ക്രിസ്തു ക്രൂശിൽ കയറി അതിനെ കൊന്നത് കൊണ്ടല്ല, അങ്ങനെ ക്രൂശിൽ കയറ്റി അവനെ കൊന്നപ്പോ നമ്മുടെ ഓരോരുത്തരുടെയും പാപം അവന്റെ മേലാക്കി, യേശുവിന്റെ മേലാക്കി. എന്നിട്ട് നമുക്ക് വരേണ്ട ശിക്ഷ അവൻ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് നമുക്ക് അതിലുള്ള സന്തോഷം. സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. അവരുടെ മേൽ ഊതിയിട്ട് പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ പരിശുദ്ധാത്മാവിനെയാണ് അവന് ഊതി അവർക്ക് കൊടുത്തത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ മാറി നിൽക്കുകയാണ്, നിങ്ങൾക്ക് കൂടെ ഇപ്പൊ ഇല്ല, എന്നാൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും എന്ന് കർത്താവ് ഓഫർ ചെയ്തിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിനെയാണ് അവൻ ഊതി അവർക്ക് കൊടുത്തു. യേശു നല്ലതിനാണോ? അത് കഴിഞ്ഞിട്ട് പിന്നെയും അവനോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു വാക്യം പറഞ്ഞ്, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. അത് കർത്താവ് പറഞ്ഞതായതുകൊണ്ട് അതിന് മാറ്റമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ? ഒരു പാപിയായ ഒരു മനുഷ്യൻ എന്നെ കണ്ടു, അവനോട് സുവിശേഷം എല്ലാം പറഞ്ഞു, യേശുവിനെ സ്വീകരിച്ചു, രക്ഷിതമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോ നിന്റെ പാപം എല്ലാം കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ ആ മനുഷ്യന്റെ പാപം മുഴുവൻ കർത്താവ് ക്ഷമിക്കുന്നു. നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ചിലര് അത് റെസിസ്റ്റ് ചെയ്യുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്. ഓ, പാപം മോചിക്കാൻ നീ ആരാടാ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ആരുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ നിർത്തുന്നുവോ, അവരുടെ മേൽ നിർത്തുന്നുവോ, മോചിക്കാതിരിക്കുന്നുവോ, അവർക്ക് അത് നിർത്തിയിരിക്കുന്നു, അവരുടെ മേൽ തന്നെ. അവര് പാപിയായിട്ട് മരിക്കും. നിങ്ങൾ ആർക്ക് പാപമോചനം കൊടുത്തോ അവര് വിശുദ്ധനായിട്ട് മരിക്കും. നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അത് അവരെ ആശ്വസിപ്പിക്കുവാനും സമാധാനിപ്പിക്കുവാനും അവർക്ക് അഡീഷണൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയും കൂടെ ആയിരുന്നു ചെയ്തത്. ഞാനിനി ലോകത്തിലില്ല, നിങ്ങളാണ് ഈ ലോകത്തോടെ. ഞാൻ പോവുകയാണ്. എവിടേക്ക് പോന്നു? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എവിടേക്കാ പോകുന്നേ? യേശു ക്രിസ്തു പോകുന്നു. എവിടേക്കാ പോയേ? സ്വർഗത്തിലേക്ക്. അവൻ എവിടെയായിരുന്നോ അവിടേക്ക്. സ്വർഗത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്.
അതൊരു 33 വർഷത്തേക്കായിരുന്നു. വന്ന് നമ്മളുടെ പാപത്തിന്റെ, ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിഹാരം അവൻ ചെയ്തു കഴിഞ്ഞു. വന്ന ജോലി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അവൻ പിതാവിന്റെ അടുത്തേക്ക് പോയി. കാരണം അവന് പിതാവിനെ പിരിഞ്ഞിരിക്കാൻ ഒക്കത്തില്ല. അത്രമാത്രം സ്നേഹമാണ് പിതാവുമായിട്ട്. അങ്ങനെയാണ് സ്വർഗത്തിൽ പോയത്. അതുകൊണ്ടാ അന്നേരം പോകുമ്പോ അവൻ പറയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടേത് നിലനിർത്തുന്നുവോ അവർക്ക് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് അഡീഷണൽ റെസ്പോൺസിബിലിറ്റി, നേരത്തെ ആ അത് കൊടുത്തോ? പാപം മോചിക്കാനുള്ളത് കൊടുത്തായിരുന്നോ നേരത്തെ? ഇല്ല. ഇപ്പൊ അവൻ കൊടുത്തു. കാരണം ഇനി ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാണ്, പിതാവിന്റെ അടുത്തേക്ക് പോവാണ്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം കൊടുത്തു എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് പുതിയ ചുമതലയും കൊടുത്തിട്ട് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി. എന്നിട്ട് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയപ്പോൾ മനുഷ്യരെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുക. അവൻ ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോ അവൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താ പറഞ്ഞു കാര്യം? ഈ സ്വർഗത്തിലേക്ക് പോകുന്ന ഞാൻ ഇതുപോലെ വീണ്ടും വരും. ഈ ലോകത്തില് സ്വർഗത്തിലേക്ക് പോയ യേശുക്രിസ്തു വീണ്ടും ഈ ലോകത്തിലേക്ക് വരും. വന്നിട്ട് നമ്മളെ അവനിൽ വിശ്വസിച്ചവരെ, അവനെ പിൻഗമിച്ചവരെ, അവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നമ്മളെ വന്ന് കൊണ്ടുപോകാനിരിക്കുകയാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ ഉള്ള കഴിവില്ലാത്തത് കൊണ്ട് നമ്മളെ വന്ന് കൊണ്ടുപോകാനിരിക്കുകയാണ്. യേശു ക്രിസ്തു നമ്മളെ വന്ന് കൊണ്ടുപോകാനിരിക്കുകയാണ്. ഒരുങ്ങുന്നുണ്ടോ? അതിനുള്ള ഒരുക്കമാണ് നമുക്കുണ്ടായിരിക്കുന്നത്. എപ്പോഴും അതിനുള്ള ഒരുക്കത്തിൽ നമ്മൾ ഇരിക്കണം. കർത്താവ് ഇന്ന് വരികയാണെങ്കിൽ ഇന്ന് എനിക്ക് അവനോടുകൂടെ ചേർന്ന് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അന്നേരം അയ്യോ, ഞാൻ വയലിലാണ്, ഞാൻ പാടുപെട്ട് 4 മാസമായിട്ട് കൃഷി ചെയ്തിട്ടിരിക്കുക, അതൊന്ന് കൊയ്ത് ഇങ്ങോട്ടൊന്ന് വെച്ചോട്ടെ, എന്നിട്ട് ഞാൻ വരാമെന്ന് പറയാൻ അവകാശമില്ല. കർത്താവ് വന്ന് നമ്മളെ ചേർക്കുന്നുടനെ നമുക്ക് ഉത്സാഹത്തോടെ, ഓ കർത്താവേ ഞാൻ കൂടെ വരുന്നു കർത്താവേ എന്ന് പറഞ്ഞ് പോകാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. അപ്പൊ ഈ ലോകത്തോടുള്ള നമ്മുടെ ബന്ധം കുറവായിരിക്കണം. നമ്മൾ കർത്താവിനോട് ചേരാനുള്ള വലിയ താല്പര്യത്തോടെ നമ്മളായിരിക്കണം. ഈ കർത്താവ് വരുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. ആ ആമേൻ കർത്താവെ വേഗം വരേണമേ. പെന്തക്കോസ്തുകാർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന നിർത്തുന്ന അത് പറഞ്ഞ ആമേൻ കർത്താവെ വേഗം വരേണമേ. അത് നല്ലൊരു പ്രാർത്ഥനയാ, മോശം പ്രാർത്ഥനയല്ല. നമുക്ക് അവർ പ്രാർത്ഥിക്കുന്ന പോലെ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. കർത്താവേ, ഈ ലോകം അല്ലേ എനിക്ക് യോജിച്ചതല്ല. അവിടെ കഷ്ടതയും പട്ടിണിയും പ്രയാസവും ദുഃഖവും ഞെരുക്കവും ഉള്ള ഈ ലോകത്തിൽ എന്നെ നീ വന്ന് നിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകണേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ ഇരിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എന്റെ കർത്താവ് വരുമ്പോ എന്നെ ചേർത്തുകൊള്ളും. കർത്താവെ ചേർത്തുകൊള്ളണേ. അവൻ പറഞ്ഞു, ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളാമെന്ന് അവൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. കർത്താവ് വാഗ്ദത്തങ്ങളിലെ വിശ്വസ്തനാണ്. അവൻ പറഞ്ഞിട്ടുള്ള വാഗ്ദത്തം ഒന്നും അവന് മാറ്റിവെക്കത്തില്ല. അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് നമുക്ക് ആ വാഗ്ദത്തത്തെ വിശ്വസിച്ച് എന്താണ്, ഞാൻ വന്ന് നിങ്ങളെ എന്നോട് കൂടെ ചേർത്തുകൊള്ളും
എന്നുള്ള വാഗ്ദത്തം വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അവന്റെ വരവിനായിട്ട് കാത്തിരിക്കാം. ഈ കർത്താവ് വരുന്നു, എന്നെ ഈ കർത്താവ് അവന്റെ കൂടെ ചേർത്തുകൊള്ളും എന്നുള്ള ആ വിശ്വാസത്തിൽ നമ്മളായിരിക്കണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടൊക്കെ ഈ ഹിന്ദുക്കളല്ലേ കൂടുതല്. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ തീരെ കുറച്ച് ക്രിസ്ത്യാനികളേ ഉള്ളൂ, ബാക്കിയെല്ലാം ഹിന്ദുക്കളാ. അപ്പോ യേശുവിനെ പറ്റിയുള്ള പാഠം പഠിപ്പിച്ചു സാറ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാവോ? അപ്പൊ ഞാൻ എഴുതിച്ചു, നമുക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറി പോയതുപോലെ അവൻ വന്നിട്ട് എന്നെയും കൊണ്ടുപോകും സ്വർഗത്തിലേക്ക് എന്നും പറഞ്ഞപ്പോ അവർക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതെന്തുവാ? അത് നമ്മുടെ കൂടെ ഉള്ള കൂട്ടുകാർക്ക് ആർക്കും മനസ്സിലായിട്ടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങള് കൂട്ടുകാരോട് പറഞ്ഞു മനസ്സിലാക്കണം, യേശു ക്രിസ്തു വരുന്നുണ്ട്, നമ്മളെ അവനെ വിശ്വസിച്ചിരിക്കുന്നത് ചേർക്കാനായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ യേശു പറഞ്ഞ മാതൃകയില് ആ മാതൃക പ്രകാരം നമ്മൾ ജീവിക്കണം. ജീവിച്ചിട്ട് നമുക്ക് കർത്താവിന്റെ കൂടെ പോകണം. അവരെല്ലാം കൂടെ അയ്യോ അതെന്തോ അവര് കേട്ടിട്ടില്ല. അവര് കേട്ടിട്ടുണ്ടെങ്കിൽ അവര് വിശ്വസിച്ചേനെ. അപ്പോൾ നമ്മളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, കേൾപ്പിക്കണം അവര്. അതിനുള്ള ചുമതല നമുക്കുള്ളതാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അത് അറിയാതെ നമ്മുടെ സഹോദരന്മാരും ഇരിക്കാൻ ഇടയാകരുത്. ഞാനിന്ന് കേട്ടപ്പോ എന്നെ ഒത്തിരി സ്പർശിച്ചത് നമ്മൾ മത്തായില് വേറെ പറഞ്ഞ വാക്യം, അതായത് മറിയ എന്നിട്ട് യേശുവിന്റെ കാൽക്കല് പാദത്തില് മുറുകെ പിടിച്ചു. തീർച്ചയായിട്ടും ഞാൻ ഓർക്കുമായിരുന്നു. അത് ആ ഒരു കാര്യത്തെ ഞാൻ ഇന്ന് ഏറ്റെടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു ആവശ്യബോധം അത്ര ഡീപ്പായിരിക്കണം. അങ്ങനെയുള്ള ദൈവം ഉറപ്പായിട്ടും ഈ പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ദൈവം സന്ദർശിക്കുക എന്ന് കേൾപ്പിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ആവശ്യമായിട്ട് ഞാൻ അതിനെ ഏറ്റെടുക്കുന്നു. പിന്നെ ഇന്ന് കേൾപ്പിച്ചതിനകത്ത് ഏറ്റവും എന്നെ ടച്ച് ചെയ്ത കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ആവശ്യത്തെ പറ്റി കർത്താവ് ഒരു ഊതി കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ഒരു വലിയ കാര്യമായിട്ടാണ്. നമ്മൾ എന്തായിട്ടും എത്ര മഹത്വകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ പറയുമ്പോൾ, കർത്താവ് പോയപ്പോൾ പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ അപ്പൊ അത്ര ഒരു എൻഡിങ്, ആ ഒരു ക്ലൈമാക്സിൽ ഏറ്റവും നീഡായിട്ട് ദൈവം ഏറ്റവും വളരെ അത്ര സ്ട്രെസ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും എൻ്റെ കുറവ് ഞാൻ എന്നിൽ കാണുമായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു അതിൻ്റെ ഒരു ആവശ്യകത തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു അവസ്ഥയിലായിരുന്നാലാണ്. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം കേട്ടതുപോലെ ആ ഒരു നീഡായിട്ടുള്ളവർക്കാണ് ദൈവം നൽകുള്ളൂ. നമ്മൾ പ്രാരംഭത്തിൽ കേട്ട പോലെ നമ്മൾ നിഗളിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നിഗളിയുള്ളവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. താഴ്മയുള്ള ഒരു കാര്യത്തോടു കൂടി ദൈവത്തിന് മുമ്പാകെ വന്നെന്ന് പറഞ്ഞ കാര്യം. പിന്നെ ഇപ്പൊ നമ്മൾ കേട്ട ഒരു കാര്യം എന്നെ ഒത്തിരി, അത് കുറച്ച് നാളുകളായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ദൈവത്തിന്റെ ഒരുക്കം, കർത്താവിന്റെ വരവിനായിട്ടുള്ള ഒരുക്കം, ആ ഒരു പ്രത്യാശയുടെ ഒരു ഹൃദയം പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്. അത് എത്രത്തോളം തീർച്ചയായിട്ടും അന്ത്യകാലത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് തന്നെയല്ല. വേറെ ആദ്യം തൊട്ടു മുമ്പ് പറഞ്ഞൊരു കാര്യം, സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ തേജസ്സുകളിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞതും നോട്ട് ചെയ്തു. ഒരു വാക്യം ഞാൻ വായിച്ച്, ലൂക്കോസ് 21:34 മുതലുള്ള വാക്യങ്ങളിൽ എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അമിത ഭക്ഷണത്താലും മദ്യപാനത്താലും ജീവിതത്തിന്റെ ചിന്താകുലങ്ങളാലും നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടുകയും ആ നാളൊരു കെണി എന്ന പോലെ നിങ്ങളുടെ മേൽ വരികയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ലൂക്കോസ് 21:34 മുതലാണ്. അത് ഭൂതലത്തിൽ ജീവിക്കുന്ന സകലരുടെ മേലും വരും. സംഭവിപ്പാനിരിക്കുന്ന ഇവയെല്ലാത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകണമെന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് എല്ലായ്പ്പോഴും ജാഗ്രതയുള്ളവരായിരിപ്പിൻ.
അത് ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥന വിഷയം ആയിരിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. എപ്പോഴും പ്രാപ്തരാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കാൻ തൊക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. കേൾപ്പിച്ച ദൈവവചനത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സെയിന്റ് ജോൺ ചാപ്റ്റർ 20 അതിന്റെ 21, 22, 23. Then said Jesus to them again, Peace be unto you, as my Father has sent me, even to send you. And when he had said this, he breathed on them and saith unto them, Receive ye the Holy Ghost. Whoso sins are remitted, they are remitted unto them, and whoso sins are retained, they are retained. ഇന്ന് കേൾപ്പിച്ച ദൈവവചനത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം, ഒന്ന്, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം, നമ്മൾ എന്ത് നീഡാണോ, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ ദൈവം അറിയുന്നു, നമ്മുടെ സാഹചര്യം ദൈവം അറിയുന്നു. കാരണം ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു തലമുടി പോലും പോകണമെന്നുണ്ട്, അത് ദൈവം അറിയാതല്ല. ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു. പക്ഷെ പലപ്പോഴും മാനസികമായിട്ട് നമുക്കതിന് ഉത്തരമില്ല. പക്ഷെ ഒന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അവൻ ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കുന്നില്ല. അവൻ നമുക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്യുകയില്ല. അവൻ എന്ത് നമുക്ക് ചെയ്താലും, നമ്മൾ എന്ത് സാഹചര്യത്തിലൂടെ കടത്തി വിട്ടാലും അതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അത് നമ്മുടെ നന്മയ്ക്കാ, അത് തിന്മയ്ക്കല്ല എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ശരിക്കും ഒരു ഫ്രൈറ്റൻഡ്, ഒരു പേടിച്ച് ഒരു സമാധാനം ഇല്ലാതിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കല് കർത്താവിന് ആദ്യം അവർക്ക് കൊടുക്കേണ്ട അവർക്ക് സമാധാനമാണ്. ശരിയാ, സന്ദർഭത്തിൽ പറഞ്ഞ പോലെ ശരിയാ, കർത്താവിനെ ഉപദ്രവിക്കുകയും കർത്താവിനെ ക്രൂശിക്കുകയും ചെയ്ത ആ റോമൻ അധികാരികളോട് ശരിക്കും കർത്താവിനെ തന്നെ വെളിപ്പെടുത്താമായിരുന്നു. അല്ലെങ്കിൽ അവര് വിശ്വസിച്ചത്, അവര് ചെയ്തത് തെറ്റാണ്, കർത്താവ് പറഞ്ഞതാണ് ശരി എന്ന് അവരെ ബോധ്യപ്പെടുത്താമായിരുന്നു. പക്ഷെ അതൊന്നും കർത്താവിൻ്റെ കൺസേൺ അല്ല. കർത്താവിൻ്റെ കൺസേൺ എന്ന് പറയുന്നത് തന്നിൽ വിശ്വസിക്കുന്ന, തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ ജനത്തോട്, തൻ്റെ മക്കളോട് ആയിരിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അത് നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഞാൻ കേട്ടിട്ടുള്ളത്, നമ്മൾ കാണുന്നതും താൻ സൃഷ്ടിച്ച, താൻ ജീവശ്വാസം ഊതിയ, തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ സ്വന്തം ജനത്തോട് ഒപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് കഴിയുന്നത്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ സ്വന്തം മഹത്വം എല്ലാം വെടിഞ്ഞ് ഈ ലോകത്തിൽ, ഫിലിപ്പിക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്, അതെല്ലാം വിട്ട് ഒരു മനുഷ്യപുത്രനായി ഈ ലോകത്ത് വരുവാനായിട്ട് ദൈവം കാണിച്ച ദൈവത്തിൻ്റെ ആ വിശാല മനസ്സ്, ദൈവത്തിൻ്റെ ഹൃദയം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യുന്ന കാര്യം നമ്മളിവിടെ കാണുന്നു. ശരിയാ, പെന്തക്കോസ്ത് നാളിലാണ് യഥാർത്ഥമായി ആ ഒരു ഫുൾ പവർ, ആ ഒരു ഹോളി സ്പിരിറ്റ് അതിന്റെ ഫുൾനെസ്സിൽ വരുന്നത് പെന്തക്കോസ്ത് നാളിലാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ കർത്താവ് ഊതി റിസീവ് ചെയ്ത ഹോളി ഗോസ്റ്റ്, അവിടെയും ദൈവത്തിന് അറിയാം ആ ഒരു പെന്തക്കോസ്ത് നാൾ വരെ അവർക്കൊന്ന് പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഒന്ന്, കാരണം അതിന് മുമ്പേ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു പോവും. അപ്പോൾ അവര് വീക്കാണ്, അവരുടെ വിശ്വാസത്തിൽ അവര് ഉറച്ചിട്ടില്ല. അതെല്ലാം ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ്, കാരണം അത് അവരുടെ ഒരു ഇമ്മീഡിയറ്റ് നീഡായിരുന്നു, അത് ദൈവത്തിന്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ അറിയുന്ന ദൈവമാണ് നമുക്കുള്ളത്. എന്ത് ദൈവം സൃഷ്ടിച്ച എന്ത് കാര്യമാണെങ്കിലും അതെല്ലാം അതാത് സമയത്ത് വേണ്ടുന്നത് കൊടുക്കാനായിട്ട് ദൈവത്തിന് അറിയാം. അവൻ തൃക്കൈ തുടങ്ങിയ സകലത്തിനും
നന്മ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ whosoever sins remit they are remitted unto them and whosoever sins retain they are retained. പാപങ്ങളെ ക്ഷമിപ്പാൻ ഒക്കെയുള്ള ഒരു അധികാരം കൊടുക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായം അതിന്റെ 19 നമ്മൾ ഇതിന് സമാനമായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഐ വിൽ ഗീവ് unto thee the keys of the kingdom of heaven, and whatsoever thou shalt bind on earth shall be bound in heaven, and whatsoever thou shalt loose on earth shall be loosed in heaven. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടിയിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അത് ദൈവം തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു പ്രിവിലേജാ, ആ ഒരു അധികാരമാണ്. അത് പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രമേ, പരിശുദ്ധാത്മാവിന്റെ ആ പവറിൽ മാത്രമേ അത് ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അത് കർത്താവ് വേദോസത്തിൽ പറയുന്നുണ്ട്. അത് നമ്മൾ 15-ാം സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിന്റെ പർവ്വതത്തിൽ ആർ കയറും, അല്ലെ, അവന്റെ വിശുദ്ധ അവിടെ കുറെ ക്രൈറ്റീരിയ പറയുന്നുണ്ട്, കുറെ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം പാലിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു എന്താ പറഞ്ഞേ അന്യാരാധന ശക്തി എന്താണെങ്കിലും നമുക്ക് സബ്ജക്റ്റ് ആവത്തുള്ളൂ. ഞാൻ സാക് ബ്രദറിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു ഡീമൺ അല്ലെ ഇതിനെ തന്നെ കാസ്റ്റ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നിർമ്മല മനസാക്ഷി വേണം. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊരു നിർമ്മല മനസാക്ഷി, നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ, ഒരു നിർമ്മല മനസാക്ഷി ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ സബ്ജക്ട് ടു അസ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ ദിനംതോറും നമ്മൾ ശുദ്ധീകരണത്തിൽ മാത്രമേ ദൈവത്തോട് കൂടുതൽ എത്രത്തോളം നമ്മൾ അടുത്ത് ജീവിക്കുന്നു, അപ്പോഴേ നമുക്ക് ആ ശുദ്ധീകരണം അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഡെയിലി പ്രോസസ്സാണ്. അതിൽ കൊണ്ട് മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിപ്പാൻ, അതുപോലെ തന്നെ കർത്താവിനറിയാം നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾ ഏത് സാഹചര്യത്തിൽ, കാരണം ആ സാഹചര്യങ്ങൾ അവൻ തന്നെ കടത്തിവിടുന്നത് നമ്മളെ. അപ്പം അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ അതോടൊപ്പം നമുക്ക് വേ ഓഫ് എസ്കേപ്പ്, അതിനുള്ള നീക്കുപോക്കും തരുന്ന ദൈവമാണ് നമുക്കുള്ളത്. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചന പ്രകാരം ജീവിപ്പാൻ, ദൈവത്തെ കൂടുതൽ മുറുകെ പിടിക്കുവാൻ, ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന്, അവന്റെ കർത്താവ് പറയുന്നത് എൻ്റെ സിറ്റ് അറ്റ് മൈ ഫീറ്റ് ആൻഡ് ലേൺ ഫ്രം മീ എന്നാ ദൈവം പറയുന്നത്. അവന്റെ മുഖം ലഘുവും മൃദുവുമാ, അതേറ്റ് അവനിൽ നിന്ന് പഠിക്കുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. അവങ്കിലേക്ക് നോക്കി പ്രകാശം അവന് ലജ്ജിച്ചു പോയില്ലെന്നാ പറയുന്നത്. ആ നമ്മുടെ കർത്താവിനെ നോക്കി അന്ത്യത്തോളം ജീവിപ്പാൻ, വിശ്വസ്തയോടും വിശ്വാസത്തോടും ജീവിപ്പാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്നപ്പം അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷനായ യേശുവിനെ നമ്മൾ കാണുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് എൻ്റെ നാമത്തിൽ 2 അതിലധികമോ പേർ കൂടിച്ചേർന്ന് വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യത്തിലുണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വരുമ്പോഴെല്ലാം ഒരുമിച്ച് ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ മുമ്പിലായിരിക്കാനുള്ള ആ ഒരു ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കേട്ടല്ലോ, കഴിഞ്ഞ ആഴ്ച ഇത് തന്നെ കേട്ടതാ. ഏറ്റവും കൂടുതൽ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന, കർത്താവിനെ ആഗ്രഹിച്ചിരുന്ന, കർത്താവിനെ കാത്തിരുന്നവർക്കാണ് അവൻ പ്രത്യക്ഷനായത്. അതിൻ്റെ ഡിഗ്രിയൊക്കെ അവൻ അറിയാമായിരുന്നു, ആർക്കാ ഏറ്റവും കൂടുതൽ. അതിൻ്റെ ആ ക്രമം അനുസരിച്ച് കർത്താവ് ഓരോരുത്തർക്കും പ്രത്യക്ഷനായി. ഈ കർത്താവ് എത്ര വലിയവനാണ്! നമ്മൾ അറിയാതെ തന്നെ നമ്മളെ അറിയുന്ന കർത്താവ്, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുന്ന കർത്താവ്. അതുകൊണ്ട് എപ്പോഴെന്താണ് വേണ്ടതെന്ന് കർത്താവിന് അറിയാം. അതുപോലെ വേറെ ആർക്കും അറിയത്തില്ല, എനിക്ക് പോലും അറിയത്തില്ല എൻ്റെ ആവശ്യം എന്താണെന്ന്. ഞാൻ അറിയുന്നതിനേക്കാൾ മുന്നമേ എനിക്ക് എന്താണ് വേണ്ടതെന്ന് അറിയുന്ന കർത്താവ് ആ സമയങ്ങളിൽ അത് വേണ്ടുന്നത് തരുവാൻ മതിയായ ദൈവമാണ്. അപ്പം കർത്താവിൻ്റെ ശിഷ്യന്മാർക്കുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ് സമാധാനം. അതുകൊണ്ട് കർത്താവിന് മുമ്പിൽ അധ്യായത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല. ലോകം തരുന്ന സമാധാനം എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതെല്ലാം വരുമ്പോൾ സന്തോഷിക്കുകയും അത് കഴിയുമ്പോൾ പോവുകയും ചെയ്യുന്ന. എന്നാൽ എൻ്റെ സമാധാനം അങ്ങനല്ല. ക്രൂശിൽ കിടക്കുമ്പോഴും കർത്താവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സമാധാനം, ശത്രുക്കൾ അടിക്കുകയും ദുഷിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും
കർത്താവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ സമാധാനം. അതുകൊണ്ട് ആ സമാധാനത്തിൽ, ആ റെസ്റ്റിൽ എപ്പോഴും എൻ്റെ ഹൃദയം, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നാം ഉത്സാഹിക്കുക. ബി ഡിലിജൻ്റ് എന്നാണ് പറയുന്നത്. അത്രയും ആയിട്ടില്ല മലയാളം വാക്ക് വന്നപ്പോൾ. അപ്പം വളരെ ജാഗ്രതയോടെ ഡിലിജൻ്റായിട്ടിരുന്ന് നോക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ ഹൃദയം എപ്പോഴും സ്വസ്ഥതയിലാണോ, എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ. സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നു, ഞാൻ പാപം ചെയ്തിട്ട് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടെങ്കിൽ ദൈവം അവിടെ റീസ്റ്റോറേഷൻ, മാനസാന്തരം ആഗ്രഹിക്കുന്നു. അവിടെ ഞാൻ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ആ സമാധാനം വീണ്ടും വരും. അല്ല എങ്കിൽ സമാധാനം നഷ്ടപ്പെടുന്നെങ്കിൽ അത് പിശാച് കൊണ്ടുവരുന്നതാണ് എന്നോർത്ത് സമാധാനം തരാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നതെന്ന് ഞാനിവിടെ നിന്ന് മനസ്സിലാക്കുന്നു. ഈ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പക്ഷെ അതിൻ്റെ അടുത്ത വാക്യം അതുകൊണ്ട് അവിടെ നിർത്തുന്നില്ല. അവിടെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകൊണ്ട് എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് വന്ന് ആശ്വാസം ലഭിക്കണമെങ്കിൽ അവിടെ കർത്താവിൻ്റെ നുകം ഏറ്റുകൊണ്ട് കർത്താവിൽ നിന്ന് പഠിക്കാൻ തയ്യാറായിട്ട് ഞാൻ ചെല്ലണം. ഇന്ന് രാവിലെ ഞാനത് വായിച്ചപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവ് നിൻ്റെ നുകം ഏക്കാതെ സമാധാനം എന്ന് പറഞ്ഞാലൊന്നും എനിക്ക് കർത്താവിൻ്റെ നുകം ഏക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന് വിധേയപ്പെട്ടു കൊടുക്കുക. കർത്താവ് നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണമെന്ന് പറഞ്ഞ് കർത്താവിന് എന്നെ ആ സാഹചര്യത്തിൽ വിധേയപ്പെടുത്തി കൊടുക്കുമ്പം അവിടെ കർത്താവിൻ്റെ സമാധാനവും ആശ്വാസവും എന്നിൽ വന്ന് നിറയും. ഞാനത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് ഒരിക്കൽ പോലും കർത്താവിൻ്റെ നുകം ഏൽക്കാതെ, കർത്താവിന് വിധേയപ്പെടാതെ, കർത്താവിൻ്റെ വഴിയിൽ ആ ക്രൂശ് എടുക്കാനുള്ള വില്ലിങ്നെസ്സോടെ കർത്താവിൻ്റെ അടുത്ത് ചെന്നില്ലെങ്കിൽ അന്നേരം എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനം ലഭിക്കുമായിരിക്കും. പക്ഷെ അത് നിലനിൽക്കുന്ന ഒരു ആശ്വാസമായിരിക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് എപ്പോഴും നിൻ്റെ നുഖത്തിൻ്റെ കീഴിലായിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഇവിടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും കർത്താവിൻ്റെ ശിഷ്യന്മാരാണെന്നാണല്ലോ നമ്മുടെ ചർച്ച ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ശിഷ്യത്വം. അപ്പം എന്നോടും കർത്താവ് ഇത് തന്നെയാണ് പറയുന്നത്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലും ലേഖനത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ 1 യോഹന്നാൻ 4:17 പറയുന്നത്, യേശു ആയിരുന്നതുപോലെ അവനായിരുന്നതുപോലെ നാമും ഈ ലോകത്തിൽ ഇരിക്കുന്നു എന്നോ അങ്ങനെ എങ്ങാണ്ട് ഒരു വാക്യമാണ് അല്ലേ? യോഹന്നാൻ 4:17 വാക്യം, അവൻ ഇരിക്കുന്നത് പോലെ, അതിൻ്റെ പകുതി, അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ 1 യോഹന്നാൻ 2:6 വാക്യം പറയുന്നത്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ബ്രസാക്ക് എപ്പോഴും പറയും, ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ എപ്പോഴും യേശു നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പോൾ വലിയ ഉത്തരവാദിത്വം കർത്താവ് നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ട്. യേശുവിൻ്റെ ശിഷ്യനെന്ന് അവകാശപ്പെടുന്ന എല്ലാവർക്കും തന്നിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഭൂമിയിൽ ഞാൻ ഇരിക്കുന്നത് പോലെ നിങ്ങളും ആയിരിക്കണം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ കാര്യം ചെയ്യാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പം എൻ്റെ ഭവനത്തിൽ എന്നെ ആനാക്കിയിരിക്കുന്ന ആ ലൊക്കാലിറ്റിയിൽ ഞാൻ ഇടപെടുന്ന ആൾക്കാർക്കൊക്കെ ബ്രദർ പറഞ്ഞ പോലെ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ, യേശു കയ്യും വിലാപ്പുറവും ഒക്കെ കാണിച്ച് അവനെ തന്നെ കാണിച്ചു കൊടുത്ത പോലെ എൻ്റെ ജീവിതത്തിലുള്ള യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ കർത്താവ് എന്നെക്കുറിച്ച് അവിടുന്ന് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അവിടുത്തെ നുകം ഏറ്റുകൊണ്ട് അങ്ങയിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഏറ്റവും യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരാളായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ കർത്താവ് ഇത് പറഞ്ഞിട്ട് അവരുടെ മേലൂതി. അപ്പം യേശു ഇവിടെ ആയിരുന്ന പോലെ ഞാനും ആകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേണം. അപ്പോൾ അവിടം വരത്തേക്ക് പെന്തക്കോസ്ത് നാൾ വരത്തേക്ക് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് കൊടുക്കുകയാണ് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ. എന്നിട്ട് കർത്താവ് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാൻ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ശരിക്കും പാപങ്ങൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ലെന്ന്. അപ്പോൾ ശരിക്കും പാപം മോചിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ ഏറ്റുപറയുമ്പം
മാനസാന്തരപ്പെടുന്നവരുടെ പാപം മോചിക്കുന്നതോടൊപ്പം തന്നെ എന്നോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പാപം മോചിച്ചില്ലെങ്കിൽ അവർക്ക് ആ പാപം നിലനിൽക്കും. ഞാൻ അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ, വളരെ സീരിയസോടെ ആ കാര്യം എടുക്കാൻ അതെനിക്ക് കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ എനിക്ക് ക്ഷമിക്കാനും പറ്റത്തുള്ളൂ. മറ്റുള്ളവരുടെ പാപം കർത്താവേ ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു, നീ അവരോട് ക്ഷമിക്കണേ എന്ന് എനിക്ക് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം എല്ലാ ദിവസവും. ഈ കർത്താവ് പറഞ്ഞ ഓരോ കാര്യവും ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഒരു ചില്ലിക്കാശിൻ്റെ വക പോലും ചെയ്യാനൊക്കത്തില്ല ദൈവം ആഗ്രഹിക്കുന്നത് പോലെ. അതുകൊണ്ട് കർത്താവ് എല്ലാ ദിവസവും ആത്മാവിനാൽ നിറഞ്ഞവളായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒന്നാമത്തെ ആഗ്രഹം അത് തന്നെ ആയിരിക്കട്ടെ. എൻ്റെ ഒന്നാമത്തെ ആവശ്യം ആത്മാവിൻ്റെ ദാരിദ്ര്യം. ഈ ആഴ്ചത്തെ വേഴ്സ് ഫോർ ദ വീക്ക് അതാ വന്നിരിക്കുന്നത്, ആത്മാവിലുള്ള ദാരിദ്ര്യം. അപ്പം ആ ആത്മാവിലുള്ള ദാരിദ്ര്യം ആ ഭിക്ഷക്കാരനെ പോലെ എല്ലാ ദിവസവും ഭിക്ഷക്കാരൻ ഒരേ വീടിൻ്റെ വാതിൽക്കൽ ചെന്ന് വെച്ച് എനിക്ക് ഇന്ന് വല്ലതും തരണേന്ന് പറയാം. അപ്പോൾ അയാൾ ചോദിക്കും, ഇന്നലെ ഞാൻ തന്നല്ലോ, അത് ഇന്നലത്തേക്കേ ഉള്ളായിരുന്നു, അത് തീർന്നു പോയി, അതുകൊണ്ട് ഇന്ന് എനിക്ക് വീണ്ടും തരണമേ എന്ന് പറയുന്ന പോലെ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് എന്ന് വെച്ച് ഒരിക്കലും കർത്താവെ എനിക്കിത് മതി എന്ന് പറയുന്ന ഒരവസ്ഥയിലാകാതെ കർത്താവെ ആ ഒന്നുമില്ലായ്മ കണ്ടുകൊണ്ട്, ശൂന്യത കണ്ടുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് എല്ലാ ദിവസവും രാവിലെ തോറും അവൻ്റെ പടിവാതുക്കൽ ജാഗരിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് എപ്പോഴും കർത്താവിനെ അന്വേഷിപ്പാനും കർത്താവിൽ നിന്ന് പ്രാപിപ്പാനും താഴ്മയുള്ളവളായിരിക്കാൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവമാത്തുണ്ടായിരിക്കട്ടെ. കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ അത് കൂടുതലായിട്ട് ജീവിതത്തിൽ കൊണ്ടുവരുവാനും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ദാരിദ്ര്യമുള്ള ആൾക്കാർക്കാണ് ദൈവം പരിശുദ്ധാത്മാവിനെ തരുന്നത്. അത് യാചിച്ചുകൊണ്ട് അതിൻ്റെ അനുഭവത്തിലായിരിക്കാനും ആ ദാരിദ്ര്യബോധം ദൈവത്തോട് പറഞ്ഞ് അവനിൽ നിന്ന് അത് പ്രാപിപ്പാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് നമ്മളെ അയച്ചിരിക്കുന്നത് യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവരായിട്ട് ആണ്. അത് മറ്റുള്ളവർ എൻ്റെ സഹപാഠികളോടും എൻ്റെ സഹജീവികളോടും എന്നോട് നടക്കുന്നവരോടും എൻ്റെ ബന്ധുക്കളോർക്കും ഞാനൊരു ആയില്ല എങ്കിൽ എനിക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അവർ നമ്മളോട് ചോദിക്കും, നീയും ഞാനും തമ്മിൽ എന്തുവാ ഒരു വ്യത്യാസം? എന്നെ അവളെ കണ്ടോ എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മളിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കാനും ആ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും എപ്പോഴും അവൻ്റെ മുഖത്തിൻ്റെ കീഴിൽ താന്നിരിപ്പാനും അവൻ്റെ വചനം അനുസരിച്ച് നടപ്പാനും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതല്ലാതെ കർത്താവേ എന്ന് വിളിക്കുന്നവളായിട്ടല്ല, അവനെ സ്നേഹിച്ച് അവൻ്റെ വചനം അനുസരിച്ച് അവൻ കാണിച്ചു തന്ന ആ ഒരു ട്രാക്കിൽ കൂടെ ഓടുവാനായിട്ട് ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആക്ച്വലി കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് പാവം പിടിച്ച കുറച്ച് പേരുടെ അടുത്തായിരുന്നു. അത് ശരിക്കും അത് എനിക്ക് ഒത്തിരി എൻകറേജിങ് ആയിരുന്നു. അതായത് കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പലരും ഇപ്പൊ ഈ സിനിമയിലൊക്കെ കാണിക്കുമ്പോ ഈ ഹീറോ വന്നിട്ട് അവസാനം അവരുടെ പുള്ളിയുടെ ശത്രുക്കളുടെ ഒക്കെ എടുത്ത് അതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അല്ല, മറിച്ച് കർത്താവ് വളരെ ഡിഫറെന്റ് ആയിരുന്നു. അങ്ങനെ ലോകത്തെ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ അല്ല കേട്ടതുപോലെ ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളെ പോലെ അല്ല. കർത്താവ് ഈ ലോകത്തിലെ ആൾക്കാരുടെ വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല. കാരണം കർത്താവ് എത്രയോ വർഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പോലും അവർക്കാർക്കും കർത്താവിനെ വേണ്ടായിരുന്നു. ഇനിയിപ്പം ഉയർത്തെഴുന്നേൽപ്പ് നടന്നാലും ഇവർക്കാർക്കും വലിയ ഇതില്ലെന്ന് കർത്താവിന് അറിയാം. അതേസമയം ശിഷ്യന്മാർക്കാണ് യഥാർത്ഥത്തില് കർത്താവിനെ വേണ്ടത്. അപ്പൊ ഇവരുടെയൊക്കെ അടുത്ത് ചെന്നാലും ഇവര് അവരുടേതായിട്ടുള്ള കുറെ ബിസി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും. ഇവരുടെയൊക്കെ അടുത്ത് ഒരു പ്രയോജനമില്ല എന്നുള്ള കർത്താവിന് അറിയാം. അവർക്ക് ലോകത്തിൽ ഇന്ന് എനിക്കിത് കേട്ടപ്പോൾ ആ ഒരു വേഴ്സ് ഓർമ്മ, മാത്യു 16:20-24-25, anyone wishes to come after me, he must deny himself and take up his cross and follow me. അപ്പൊ ശരിക്കും ആ ശിഷ്യന്മാരുടെ ലൈഫിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അവരുടേതായ പലതും വിട്ട്, ഇപ്പൊ പത്രോസ് തന്നെ വല എറിഞ്ഞ് അതെല്ലാം മാറ്റിവെച്ച് ഓരോ അവിടെ സിസ്റ്റേഴ്സ് പലരും ഫോളോ ചെയ്തെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിലെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടായിരിക്കും കർത്താവിനെ ഫോളോ ചെയ്തത്. അപ്പം അതുപോലെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക്
ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത് അതെല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവിനെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിലെ കർത്താവ് പ്രത്യക്ഷപ്പെടത്തുള്ളൂ എന്നുള്ള കാര്യം, അങ്ങനെ ഒരു ക്രോസ് എടുക്കുന്ന ഒരു നമ്മളെ നമ്മുടെ സുഖലോലുപതയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ടിൽ എനിക്ക് എന്റെ ഇഷ്ടം പോലെ ഇഷ്ടമുള്ള സമയത്ത് ആഹാരം കഴിക്കണം, ഇഷ്ടമുള്ള സമയത്ത് എനിക്ക് ഉറങ്ങണം, എനിക്ക് എന്റെ ഇഷ്ടത്തിന് ബാക്കിയുള്ളവരൊക്കെ എന്റെ ചുറ്റും ഉള്ള ഒരു ലോകം, അങ്ങനത്തെ ഒരു ലോകത്തിലിരിക്കുന്നവരുടെ അടുത്ത് ഒരിക്കലും കർത്താവ് വരത്തില്ല. മറിച്ച് കർത്താവിനെ സെന്ററായിട്ട് ഇവർ ചൂസ് ചെയ്തിരുന്നു. അതുകൊണ്ട് കർത്താവ് അവരുടെ സെന്ററിൽ വന്നു. അങ്ങനെ ഒരു മധ്യത്തിലെ കർത്താവ് വന്നു. അവരെ അങ്ങനെ അവർക്ക് വളരെ സന്തോഷത്തോടെ അവര് ശരിക്കും അത് എത്രമാത്രം പിന്നെ വേറെ ഒരു കാര്യം, ഈ ലോകത്തിലെ ആൾക്കാർക്ക് ഇവിടുത്തെ അവരുടെ ഇപ്പൊ തന്നെ പല പല ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, എങ്ങനെ ഇന്ന രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാം, ആ രോഗത്തിൽ അങ്ങനെ അങ്ങനെ പുതിയ പുതിയ അവരുടെ ജീവിതം നിലനിർത്താൻ വേണ്ടി. പക്ഷെ ഇന്ന് കേട്ടതിലൂടെ എല്ലാം ഈ ശരീരം, ദിസ് ഇസ് എ പെറിഷബിൾ ബോഡി, പ്രാകൃത ശരീരം, താഴ്ചയുള്ള ശരീരം, അപമാനം, അങ്ങനെ പല നമ്മുടെ ബോഡിയെ കുറിച്ച് പറയുമായിരുന്നില്ല. അപ്പൊ അതുപോലത്തെ ഒരു ശരീരത്തിന് വേണ്ടിയിട്ടാണ് പലരും കിടന്ന് ആരോഗ്യസൗഖ്യം, പിന്നെ എന്താണ് പണം സമ്പാദിക്കാം, പിന്നെ എത്ര കിട്ടിയാലും പോരാ, മീൻസ് അവർക്ക് എത്ര ഏറ്റവും മരിക്കുമ്പോഴും ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ അതുപോലെ അതുപോലത്തെ ഒരു എത്ര അതുപോലെ നമ്മുടെ ശരീരത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ. പക്ഷെ അതല്ല, കർത്താവ് ഇതിലും ബെറ്റർ ആയിട്ടുള്ള കാര്യം നമുക്കായിട്ട് വെച്ചിരിക്കുന്നു. അത് എനിക്ക് ഇത്ര എൻകറേജിങ് ആയിരുന്നു. അത് നമുക്ക് കർത്താവിന് ഒരു റിസറക്റ്റഡ് ബോഡി കിട്ടിയതുപോലെ നമുക്കും കർത്താവ് അതിനും ഒരു ഇതുണ്ട്. നമ്മള് ഇതിന്റെ പുറകെ നമുക്ക് ആവശ്യമുള്ള എല്ലാം നമ്മള് അതിനുവേണ്ടി എല്ലാം കാര്യങ്ങളെല്ലാം കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി നമ്മള് ആഹാരം കഴിക്കണം. കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി നമ്മള് എന്താ മറ്റുള്ളവര് മീൻസ് നമ്മൾ മാന്യതയോടെ നടക്കണം, നല്ല വസ്ത്രം ധരിക്കണം. അല്ലാതെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടം, നമ്മുടെ ശരീരം ബ്യൂട്ടിഫൈ ചെയ്യാനും അതിനു വേണ്ടിയിട്ടുള്ള അത് പാടില്ല എന്നുള്ള കാര്യം. പിന്നെ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് യേശുവിനെ കാണിച്ചു കൊടുത്തു, കർത്താവിനെ കാണിച്ചു കൊടുത്തു, പരിശുദ്ധാത്മാവ് യേശുവിനെ. നമ്മൾ ആരെയാ കാണിച്ചു കൊടുക്കുന്നത്? പലപ്പോഴും നമ്മൾ നമ്മുടെ ജഡത്തെ, നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മുടെ ജഡമായിരിക്കും അവിടെ വെളിപ്പെടുന്നത്. പക്ഷെ അതല്ല, നമ്മളെ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹോളി സ്പിരിറ്റ് ഇസ് എ പേഴ്സൺ. പല ഇങ്ങനെ എഴുതിയാന്ന് ഓർക്കുന്നില്ല, ഒരു വ്യക്തിയാണ്, വ്യക്തിയെ പോലെ കാണണം. പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മളുടെ എന്താ പറയുന്നത്, ഇഫ് യു കൺസിഡർ ഹിം ആസ് എ പേഴ്സൺ ഹു ഈസ് ഏബിൾ ടു എൻറ്റർ ഇൻ യു ആൻഡ് ചേഞ്ച് ഹിം യുവർ സെൽഫ് കംപ്ലീറ്റ്ലി. അല്ലാതെ അങ്ങനെ ഒരു കോട്ട് എനിക്കൊന്ന് ലിയോണാർഡോ റാവൽഹിൽഡ് എന്തോ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അതായത് നമ്മള് അത് ആറേട്ടോറിയുടെ, ഞാൻ പലതും വായിക്കുന്നുണ്ട്, എനിക്ക് ആരുടെയാന്ന് അറിയത്തില്ല. അപ്പൊ ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ഒരു വ്യക്തിയാണ്, അല്ലാതെ നമ്മൾ എന്തോ മാജിക് നമ്മുടെ ഏതാണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രിക്ക് കാണിക്കുന്ന, നമുക്ക് എന്തോ ഒരു ശക്തി മാത്രമല്ല, അതൊരു വ്യക്തിയാണെന്നുള്ളത് കൺസിഡർ ചെയ്ത് നമ്മളുടെ അകത്തൊരാള് വന്നു. അപ്പൊ ഇനിയും ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പം അവിടെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ മറ്റുള്ളവർ കർത്താവിനെ കാണണം, എന്നെയല്ല അവിടെ കാണണ്ടേന്നുള്ള ഒരു കാര്യം. അപ്പം അതിലൂടെ എല്ലാം ഇപ്പം മുമ്പ് കേട്ടതുപോലെ ഇപ്പൊ ഹോളി സ്പിരിറ്റിന്റെ പേരിൽ പല 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 കാര്യങ്ങളാണ് നടക്കുന്നത്. പല പല മാജിക്കും അതും ഇതും, പിന്നെ പല പല സംസാരങ്ങളും, അന്യഭാഷ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അത് മ്യൂസിക്കും അങ്ങനെ ഒന്നും അല്ല. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം മാറുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പരിശുദ്ധാത്മാവുണ്ട്, ഭാഷയുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് സാഗ് ബ്രദർ പറയാറുണ്ട്. നമ്മുടെ ഭർത്താവിനോട് നല്ലോണം സംസാരിക്കാൻ അറിയത്തില്ല, മക്കളെ സ്നേഹത്തോടെ വളർത്താൻ കഴിയത്തില്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് ഇല്ല എന്നാണ് നമ്മള് സാഗ് ബ്രദറിനോട് കേട്ടിട്ടുള്ളത്. ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ഇങ്ങനെ ഒരു ചർച്ചിലായിട്ട് ഇരിക്കാനായിട്ട്. ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്ന പലരും പല അതുപോലത്തെ ഒരു ക്രിസ്ത്യാനിറ്റി എന്നും പറഞ്ഞുള്ള ഒരു കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ അങ്ങനത്തെ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഇടയില് ഒരു പ്യുവറായിട്ട് കർത്താവിനെ പോലെ, കർത്താവ് അവരുടെ ഇടയ്ക്ക് വന്നപ്പോൾ അവര് മാജിക് ട്രിക്ക് ഒന്നും അല്ല കാണിച്ചത്, മറിച്ച് അവിടെ അവര് യുണൈറ്റഡ് ആയിട്ട് ഇരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, ഒരു ഫെയ്ത്ത്ഫുൾ, നമ്മൾ വിശ്വസ്തരായിരിക്കുന്നവർക്ക് ആ ഒരു അവസാനം വരെ നമ്മൾ എന്തോ സക്സസ്ഫുൾ ആവണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, അങ്ങനെയല്ല, നമ്മൾ വിശ്വസ്തരായിരിക്കണം.
അങ്ങനെ കൂടുതൽ വിശ്വസ്ത 1 കൊരിന്ത്യർ 15:41-42-45 വായിച്ചല്ലോ. അതിനകത്ത് അവസാനം വരെ വിശ്വസ്തയോടെ അതായത് കർത്താവിന്റെ മുമ്പിലാ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു ഇതോട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കർത്താവ് നമ്മുടെ ഒരു തേജസ് അവർക്ക് കൂടുതൽ തേജസ് നൽകും. ശരിക്കും എത്രമാത്രം ആ ഒരു ഇൻഹെറിറ്റൻസ് ഈ ഒരു വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കായിട്ടുള്ള ഒരു ഇൻഹെറിറ്റൻസ് ഈ ഒരു ബൈബിളിലുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും വായിക്കാതെ നമ്മൾ ചുറ്റുമുള്ള ക്രിസ്തീയതയിലെ പലതും ഒക്കെ കാണുന്നു. അങ്ങനെ അതിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്നു. യഥാർത്ഥത്തിലുള്ള നമ്മുടെ കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ബൈബിളിലുണ്ട്. അത് പഠിക്കാനായിട്ടും അത് ഇന്ന് കേട്ടതുപോലെ അത് പ്രകാരം ജീവിക്കാനായിട്ടും ഞാനും ആഗ്രഹിക്കുന്നു. ആമേൻ. ജസ്റ്റ് ഒരു കാര്യം മാത്രം ഐ ജസ്റ്റ് വോണ്ട് ടു സേ ആമേൻ. നമ്മൾ ലാസ്റ്റ് കേട്ട വേഴ്സ് ഫ്രം ഐസയ 44:3 നമ്മൾ കേട്ടല്ലോ, ദാറ്റ് ഗോഡ് വിൽ pour out his holy spirit on our offsprings. അതിന്റെ 5th വേഴ്സിൽ ഒരു ബ്യൂട്ടിഫുൾ ഫ്രേസ് ഉണ്ട്. അങ്ങനെ എഴുതുന്നത്, that they will write on their hand belonging to the Lord. ദൈവത്തിൻ്റെന്ന് അവർ കയ്യിൽ എഴുതി വെക്കുമെന്ന്. ദൈവത്തിനുള്ളവർ ബിലോങ്ങിങ് ടു ദ ലോർഡ്. ജോയപ്പ ഓർമ്മിപ്പിച്ചല്ലോ, കർത്താവ് വരുമ്പോൾ ആർ വി റെഡി? ഐ ജസ്റ്റ് വാണ്ട് ടു പ്രേ ആൻഡ് ബിലീവ് ദാറ്റ് ലോർഡ് ഫിൽ us with the Holy Spirit, that കർത്താവ് വരുമ്പം നമ്മളും നമ്മുടെ ഓഫ്സ്പ്രിങ്സും എവറി മെമ്പർ ഇൻ our family will be able to say that we are belonging to the Lord. Amen. കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. ഓരോ ദിവസവും നിന്റെ സന്നിധിയിൽ ഓരോ ചുവടും മുന്നോട്ട് പോകാൻ തക്കോണം അവിടുന്നായിരുന്നു കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നത്. കർത്താവെ, അവിടുത്തെ കൃപയൊന്ന് മാത്രമെന്ന് മാത്രം പറയുവാന്നല്ലാതെ കർത്താവ് എന്റേതായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. കർത്താവ്, ഞാൻ പാപിയും ദോഷിയും പാപം ചെയ്യാൻ മാത്രം അറിയാവുന്നതും കർത്താവ് നിനക്ക് വിരോധമായി നടന്നോളും എല്ലാം ആകുന്നു എന്നറിഞ്ഞു. കർത്താവ്, ഞാൻ അവിടുന്ന് ഇത്രത്തോളം കൊണ്ടുവന്നു നടത്തി സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ജീവിതം നയിക്കാൻ പറ്റണം അവിടുന്ന് സഹായിച്ചതൊക്കെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. എന്നാൽ കർത്താവ് ഒരു ഓരോ സ്ഥാനത്താവുകയും എല്ലാവരും ജീവിക്കാൻ അവരെ സഹായിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തെ ഉണ്ടായിരിക്കട്ടെ. ജീവിക്കാൻ ദൈവമാകട്ടെ എന്ന് പറയുന്നു. ഓരോ ദിവസം വേദങ്ങളൊക്കെ പറയുന്നു. എന്നും ഈ സമയത്ത് ഈ സമയത്ത് എല്ലാവരെയും കൂട്ടുകാരത്തി പറഞ്ഞാൽ നന്ദി പറയുന്നു. എന്റെ മനസ്സിലെ പ്രയാസങ്ങളെല്ലാം കുറേശ്ശെ മാറി വരുന്നു. പിന്നെ ദൈവത്തോടടുത്ത് വരാൻ എന്നെ അടുപ്പിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. ദൈവവചനം കേൾക്കാനും അത് പറയാനും അത് വായിക്കാനില്ല എന്നാൽ ഞാൻ ദൈവത്തിന് കൃപ പറയുന്നു. പിന്നെ വചനങ്ങൾ ഇതൊക്കെ തരുന്നുണ്ട്, അത് വലുതായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ദൈവം പിന്നെ പ്രകടിപ്പിക്കാനുള്ള അനുഗ്രഹം തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ പല ദിവസവും ഞാൻ നടത്തുന്നുണ്ട്. എൻ്റെ ആവത്ത് ആ നൃത്തങ്ങളിൽ നിന്ന് പിടിക്കുന്ന രോഗത്തിൽ നിന്ന് പിടിക്കുന്നുണ്ട്. മനപ്രയാസമൊക്കെ കുറച്ച് മാറുന്നുണ്ട്. പിന്നെ Psalms 1:1-4. How blessed is the man who does not walk in the counsel of the wicked, not stand in the path of sinners, nor sit in his purpose. But his delight is in the law of the Lord, and in his law he meditates day and night. He will be like a tree planted by the rivers of water, in its river, and whatever he does will prosper. I was thinking about on Tuesday we heard about King Uzziah. I was watching and it was very sad to see Uzziah when he started. Such a good king he was. He did right in the he was doing what was right in the sight of the Lord, and as long as he sought the Lord, God prospered him. We saw his end, and it was very sad to see that
he became strong in his heart and so proud that he acted corruptly. And he was unfaithful to the Lord his God. And it was very sad to see that someone who began with such a, nallൊരു രീതി start ചെയ്തിട്ട് he had a very sad ending because of pride. And അത് തന്നെ നമ്മള് previous chapter, it was sad to see that his father was also like that. His father said, Second Chronicles 26. oh, sorry. Second Chronicles chapter 26 in there. Chapter 26 ആയിരുന്നു ഉസായയെ പറ്റി, ഹിസ് ഫാദറിനെ പറ്റി ചാപ്റ്റർ 25 ഇത് നമ്മൾ ട്യൂസ്ഡേ കേട്ടായിരുന്നു. ഞാനത് ആ പ്രീവിയസ് ചാപ്റ്റർ വായിച്ചപ്പോൾ ഐ നോട്ടീസ് ദാറ്റ് ഉസായയുടെ ഫാദറും ഹാഡ് എ സിമിലർ എൻഡ്. അമസായ എന്ന് പറഞ്ഞ കിങ്ങും കുറെയൊക്കെ ബാറ്റിൽസ് വിൻ ചെയ്തു, എല്ലാം കഴിഞ്ഞപ്പോൾ there was pride in his heart. And വേറെ ആ യുദ്ധം ചെയ്യാൻ പോയ കിങ് is telling him, and your heart verse 19 എഴുതുന്ന, and your heart has become proud in the boasting. And King Amaziah, Second Chronicles 25:19. King Amaziah, ഈ ഉസായയുടെ ഫാദർ ആയിരുന്നു. And ആ ഫാദറിന്റെ ഹാർട്ടിലും ഒത്തിരി വിക്ടറീസ് വന്നുകൊണ്ട് പ്രൈഡ് വന്നു, he fell. And his end was also similar to what we read. ഉസായയെ പറ്റി വായിക്കുന്ന പോലെ തന്നെ ആയിരുന്നു ആ ഉസായയുടെ ഫാദറിന്റെയും അവസാനം. ആൻഡ് പല കിങ്സിനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, പ്രൈഡ് വന്നു, ഗോഡ് അവരെ പ്രോസ്പർ ചെയ്യും, പിന്നെ പ്രൈഡ് വരുമ്പോൾ അവരങ്ങ് ഇങ്ങനെ പോകും. ആൻഡ് ആ ഒരു കാര്യം വായിച്ചപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ എന്റെ ഹാർട്ടിൽ വന്നത്. ഒന്ന്, പ്രൈഡ് ഓൾവേസ് ഗോസ് ബിഫോർ എ ഫോൾ. ആൻഡ് ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡീസ് ഇൻ സെക്കൻഡ് പീറ്ററിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 1 verse 3. Second Peter chapter 1 verse 3. It's written that God, with the divine power, has granted us everything pertaining to life and godliness. And അതവിടെ നമ്മൾ വായിക്കുമ്പോൾ ഗോഡ്ലിനെസ് വാക്ക് ചെയ്യുന്നതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ബാറ്റിൽ ഉണ്ടെങ്കിലും ദൈവം നമ്മളെ പ്രോസ്പർ ചെയ്യും. ബിക്കോസ് ഹീസ് ഓൾറെഡി ഗിവൺ us ലൈഫിനും സ്പിരിച്വാലിറ്റിക്കും വേണ്ടിയുള്ള ലൈഫും ഗോഡ്ലിനെസ്സിന് വേണ്ടിയുള്ളതെല്ലാം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ദിസ് എ വാർണിംഗ് ഇൻ വേഴ്സ് 9. And അത് തന്നെ ശരിക്കും it challenged my heart. In verse 19 it says, for he, താഴോട്ട് വായിക്കുന്ന വേഴ്സസ് എല്ലാം ഒരു ഗോഡ്ലിനെസ് ഉള്ള ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. And ലാസ്റ്റ് 9 പറയുന്നത്, he who lacks these qualities is blind or short-sighted, having forgotten his purification from his former sins. ഞാനപ്പോ ഓർത്ത് വരുന്നത് ഇതിനെ എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ വീടുന്നുണ്ടെങ്കിൽ then it is because we forgotten our days of purification. എന്റെ ഹാർട്ടിൽ വന്നൊരു കാര്യം, നമ്മൾ if we always have, if we remember where God took us from, then we will know that we are nothing but a sinner saved by grace. നമ്മളിലൊന്നും ഉണ്ടായോണ്ടല്ല കർത്താവ് നമ്മളെ സേവ് ചെയ്തത്, but it's only because God had mercy on us and he showed his kindness and he took us up. പിന്നെ അങ്ങനെ ഒരു സ്റ്റേറ്റ് നമ്മൾ എപ്പോഴും ഇരിക്കുവാണെങ്കിൽ then we don't react to people judging us. We won't have an attitude of judging. We won't have an attitude of complaining. Our attitude will always be an attitude of humility and an attitude of gratitude. കിങ്സിന് എല്ലാം ദൈവത്തിന് പ്രോസ്പർ ചെയ്യുമായിരുന്നു. I mean, God could prosper all these kings, especially when pride came into their heart. Then the fall was inevitable. And I want to take that as a warning to my heart also. Lord, you can do everything for me. എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും for my life and my godliness you have provided. In the Holy Spirit എനിക്ക് sufficient ആണ്. But the moment the pride comes in my heart, I know that I will fall. I will fail the Lord miserably, and I want to take that seriously. And രണ്ടാമത്തെ കാര്യം ഞാൻ ഓർത്തത്, Uzziah must have watched. He was only 16. അവൻ കിങ് ആയപ്പം he was only 16, but he must have heard അവന്റെ ഫാദർ ചെയ്ത ഡിസിഷൻസും ഒക്കെ അവൻ കേട്ട് കാണുമായിരുന്നു. മേ ബി ആ ഒരു പേടിയായിരിക്കാം അവൻ initially he sought the Lord. I'm not sure exactly അറിയത്തില്ല, but I'm sure he must have known that his father made a foolish decision. അതുകൊണ്ടാണ് the defeat of Judah happened. And ഞാനിങ്ങനെ ഇന്ന് രാവിലെ കുഞ്ഞിനെ ഞാൻ ചപ്പാത്തി കഴിപ്പിക്കുമ്പോൾ നമ്മൾ കറി ഏറെ എടുത്ത് കുറച്ച് കറി മാറ്റാൻ ബാക്കി ചപ്പാത്തി നമ്മൾ തുടച്ചിട്ട് കൊടുക്കുമല്ലോ. ആൻഡ് ഇന്ന് അത് ഒത്തിരി അങ്ങ് മസാല കഴിക്കാതിരിക്കാൻ കുറച്ച് കറി എടുത്ത് ബാക്കി നല്ല ചപ്പാത്തി പെരട്ടിയിട്ട് നമ്മൾ കൊടുക്കും. ഇന്ന് അർക്കൻ ദോശ തിന്നപ്പോ ഞാൻ ഓർക്കുന്നു, അവൻ ചമ്മന്തിയെ മുക്കിയിട്ട് വേറെ ദോശയെ തിരുമ്മിയിട്ടാണ് കഴിക്കുന്നത്. ഹി ഡസന്റ് ഹാവ് ടു ഡു ഇറ്റ്. പക്ഷെ അതൊരു സിമ്പിൾ ആക്ട് ഓഫ് റെപ്പിറ്റേഷൻ. അവന്റെ അമ്മ ചെയ്യുന്ന കണ്ട് അവനും അത് ചെയ്തു.
And in the hearty one, ഓരോ സിറ്റുവേഷൻസിൽ എന്റെ കുഞ്ഞ് എന്നെ നോക്കുന്നുണ്ട്. And I have an opportunity to show him, maybe it is ഒരു decision where there's a difference in the house, and എനിക്ക് ഫോളോയായിട്ടുമായിട്ടൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ how am I going to deal with it? എന്നെ ഒരാൾ ജഡ്ജ് ചെയ്യുമ്പോൾ how am I going to respond to it? അല്ലെ ഞാൻ ഇരുന്ന് ഒരാളെ ജഡ്ജ് ചെയ്യുന്നതാണെങ്കിലോ എന്തെങ്കിലും, ഈവൻ ഒരു ഓട്ടോക്കാരന് if he's charged me more, how am I going to react? ഒത്തിരി കാര്യങ്ങളിൽ God gives us opportunities where we can show our children what it means to carry the cross. And ഇന്ന് അവർക്ക് അത് മനസ്സിലായാലും ദൈവം പിന്നീട് അവരുടെ ഹാർട്ടി why we should carry the cross എന്നുള്ളത് ഇടും. But if we as parents fail to show them that those little decisions നമ്മൾ fail ചെയ്താൽ, our child will learn the same thing from us. And I want to remember always that my child is watching me, not merely because my child is watching me, because I know that I am a big influence on my child. And ആ രണ്ട് കാര്യങ്ങൾ എന്റെ ഹാർട്ടിനെ I want to take it seriously when I think of this incident. May the Lord fill us with the Holy Spirit to always keep my heart in a heart of humility and gratitude, to remember that I'm nothing but a sinner saved by grace. God has been merciful to me. God has been kind to me, and I want to learn to be kind and merciful to others. And along with that, there's a beautiful promise in the Bible that when we choose to die, life will come in others, in our family, in our child. And I want to remember that I'm being watched by my little one. And if I choose to die in the daily battles, then there will be life in my little one.